ഭക്ഷണം കഴിച്ചില്ല കളിയാക്കാൻ പറ്റില്ല. എന്താ തിന്നണ്? ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ല പറഞ്ഞിട്ട് കളിയാക്കാൻ നിൽക്കണ്ടവരാ. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കണ്ടില്ലേ, ഇവിടെ കല്യാണം ഉണ്ട്, കല്യാണത്തിനാ. ഷിംലയിൽ വന്ന ഫസ്റ്റ് ദിവസം ഷിംലയിൽ നിന്ന് 16 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് തൊട്ടടുത്തുള്ള കുഫ്രിയിലേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഫബീറാണ്, വെൽക്കം ബാക്ക് ട്രാവൽ വിത്ത് ഫബി. ഷിംലയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ഷിംലയിൽ നിന്ന് നമ്മളിന്ന് പോകുന്നത്, നമ്മൾ ഷിംലയിലെ കുഫ്രി കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതണ്ട റോഡ്, ഇത് ഹോട്ടൽ, ഇത് ഇത്തിരി സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് ഹോട്ടലിലോ റൂമിലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ. ഉമ്മ ഞാൻ പിടിക്കാം. ഉമ്മ ഈ സ്റ്റെപ്പ് കയറി കിടന്നോ, കമ്പി പിടിച്ചെടുക്ക്. അല്ല, ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ട് വേണം. പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. വേറെ ഓപ്ഷൻ ഇല്ല അവിടെ ആക്ച്വലി, കാരണം ഭയങ്കര അബദ്ധമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. നമുക്കുള്ള ടാക്സിയാണ് കേട്ടോ നിൽക്കുന്നത്. നമ്മൾ അതിൽ കയറിയിട്ടാണ് കുഫ്രിയിൽ പോകുന്നത്. കുഫ്രി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് ഷിംലയിലേക്ക് വരുന്നില്ല, നമ്മൾ നേരെ മണാലി പോകുന്ന പരിപാടിയാണ്. ആക്ച്വലി ഷിംലയിൽ നിന്ന് മണാലിയിലേക്ക് ബസ്സിന് പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഏകദേശം നമുക്കൊരു 10 to 12 മണിക്കൂർ യാത്ര വേണ്ടി വരുന്നത്. ടാക്സിയിലാവുമ്പോൾ നമ്മൾക്കൊരു 5 മണിക്കൂറിനുള്ളിൽ ഈസി ആയിട്ട് എത്താൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷിംലയിലെ ലോക്കൽ ബസ് സ്റ്റാൻഡാണ്. നമ്മളിവിടേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശിൻ്റെ ഇതേപോലത്തുള്ള ബസ്സിലായിരിക്കും നമുക്ക് വരാൻ പറ്റുക. ചെറിയ ബസ് അല്ലേ, കുട്ടി ബസ്. ചെറിയ ബസ്സാണ് ഇവിടെ ആൾക്കാരെ പറ്റില്ല. ഓക്കെ. ആക്ച്വലി ഷിംലയിൽ നിന്ന് കുഫ്രിയിലേക്ക് നമുക്ക് 16 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. പക്ഷെ നമ്മളൊരു 45 to 1 hour നമ്മൾ ട്രാവലിംഗ് ടൈം നമുക്ക് വരുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദാറ്റ് ഹിൽ സ്റ്റേഷൻ ആണ്, അതുകൊണ്ട് തന്നെ റോഡൊക്കെ വളരെ കർവ് ആയിട്ടുള്ള റോഡുകളാണ്. जी फर्स्ट किधर जाना है? कुफरी में जाने का? कुफरी जाएंगे पहले ना. हाँ ओके. उसके बाद सीधा मनाली से. ओके, अभी सीधा कुफरी में जाएगा. सही है. ओके जी. उधर आज फ्राइडे है ना, कुछ प्रे करने का कुछ प्लेस है तो कैसे समझ में जाने के टाइम में कोई मस्जिद का मिलेगा तो ठीक है. रास्ते में मस्जिद 1 बजे तक मिलेगा, 1 बजे तक नहीं मिलेगा. ആക്ച്വലി ഷിംലയിൽ നമുക്ക് പ്രത്യേകിച്ച് അധികം സ്ഥലങ്ങളൊന്നും കാണാനില്ല. നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് സ്ഥലമാണ് കുഫ്രി, പിന്നെ അതുപോലെ ഷിംലയിലെ മാൾ റോഡും. പ്രധാനമായിട്ടും നമ്മൾ ഷിംലയിൽ വരുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഷിംലയിലേക്ക് കൽക്കയിൽ നിന്നുള്ള ടോയ് ട്രെയിൻ. അതിൻ്റെ നമുക്ക് ഏകദേശം 5-5.5 മണിക്കൂർ യാത്ര വരുന്നുണ്ട്. യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ബോറടിക്കും. സ്നോ ഉള്ള സീസണിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂവും കാര്യങ്ങളും കിട്ടും. സ്നോ ഇല്ലാത്ത സീസണിലാണെന്നെങ്കിൽ ജസ്റ്റ് ആ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഈ റെക്കമെൻഡേഷൻ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് നമ്മൾ ഷിംലയിൽ നിന്ന് കുഫ്രി വരെയുള്ള റോഡ് ട്രിപ്പാണ്. കുഫ്രിയിലെത്തിയിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ആണ് നമ്മളിതിൽ മാക്സിമം പകർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. കുഫ്രി റാംപൂർ. അപ്പോൾ നമ്മൾ ഷിംലയിൽ നിന്ന് കുഫ്രിയിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഇത്യൂസ് വണ്ടിയാണ് കേട്ടോ നമ്മൾ ഹയർ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് 4 പേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. പാനിപൂരി പേൽപൂരി മസാല. നോർത്ത് ഇന്ത്യയിൽ നമ്മളെപ്പോഴും വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു പാനിപൂരി. പക്ഷേ എനിക്ക് ഹൈദരാബാദിൽ നിന്ന് കഴിച്ചിട്ടുള്ള ആ ഒരു പാനിപൂരിയുടെ ടേസ്റ്റ് വേറെ എവിടെ നിന്ന് വന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഷിംലയിൽ നിന്ന് നമ്മൾ കുഫ്രിയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്പോട്ടാണ് ഗ്രീൻ വാലി. ഏകദേശം എനിക്ക് പൈൻ മരങ്ങളൊക്കെ കാണുമ്പോൾ ഗ്രീൻ വാലി എത്താറായിട്ടുണ്ട് എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഈ ട്രാഫിക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഗ്രീൻ വാലി എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ആക്ച്വലി ഇവിടെ വണ്ടി നിർത്താൻ വലിയ സ്പേസ് ഒന്നുമില്ല. റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് വേണം നമുക്ക് ഈ ഗ്രീൻ വാലിയുടെ ഒരു വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ. എന്തായാലും നമ്മളൊന്ന് വണ്ടി സൈഡാക്കിയിട്ടൊന്ന് പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. അങ്ങനെ നമ്മൾ കുഫ്രിയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ഗ്രീൻ വാലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അവിടെ ഇപ്പോൾ വണ്ടി ചെറുതായിട്ട് സൈഡാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ നിന്നുള്ള ഒരു വ്യൂ അടിപൊളിയാണെന്നാണ് ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ അവിടെ നിന്നിട്ട് നമ്മൾ 2-3 ഫോട്ടോ എടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് വന്നതാണ്. വരും.
വാ വാ വാ. കിടന്നാ ഉറങ്ങിയാ? കുഴി കുഴി റാഷ സൈഡ് നോക്ക്. വലിയ കുഴിയാണ്. ഇല്ല ഇപ്പൊ പേരക്കുട്ടിക്ക് ഇവിടുത്തെ സ്ഥലം കാണിച്ചെടുത്ത് കൊതിപ്പിക്കുള്ളൂ. മനസ്സിലായി. യെസ്, ഇതാണ് ഗ്രീൻ വാലി. സീ ദ ബോർഡ്, ഗ്രീൻ വാലി. ഇവിടെ പോയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം. യെസ്, ചുറ്റും പൈൻ മരങ്ങൾ. അതിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് ടോപ്പിൽ നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്നത് പൈൻ മരങ്ങളാണ് കാണുന്നത്. കംപ്ലീറ്റ് ആ ഒരു ഏരിയയിലുണ്ടല്ലേ ഫുള്ള് പൈൻ മരങ്ങൾ. അതുകൊണ്ടാണ് ഇത് ഗ്രീൻ വാലി എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശിലെ തന്നെ ഏറ്റവും നാച്ചുറൽ വ്യൂ പോയിന്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഡെൻസ് പൈൻ മരങ്ങളാണ് ഇവിടുത്തെ ഒരു വാലിയുടെ ബ്യൂട്ടി നമ്മൾ കൂടുതലായിട്ട് ആകർഷിക്കുന്നത്. ഡീപ്പായിട്ടുള്ള ഒരു ഗ്രീൻ വ്യൂ, ഒരു ഫ്രഷ് മൗണ്ടൻ എയർ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. കുറച്ച് ടൈമൊക്കെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് അങ്ങ് ദൂരോട്ട് ഇങ്ങനെ നോക്കി നിന്നത്. ഈ ഒരു വഴി, അതായത് ഈ ഒരു ഷിംലയിൽ നിന്ന് കുഫ്രിയിലേക്ക് പോകുന്ന ഒരു വഴിക്ക് ആളുകൾ കുറച്ച് ടൈം ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് നിർത്തുന്ന ഒരു സ്ഥലമാണ് ഇതെങ്കിൽ പോലും മനസ്സ് പൂർണ്ണമായിട്ട് ഫ്രഷ് ആക്കി വിടാനുള്ള ഒരു കഴിവ് ഈ ഒരു സ്പോട്ടിൽ നിന്നുള്ളതാണ്. ഒരാളോട് കുഴിയുടെ വയസ്സ് പറഞ്ഞിപ്പാ ഉപ്പര് പറഞ്ഞ് ആ കുഴി ഞാൻ കണ്ടു കയറിനോട് എന്നിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോ ഷിംലയിൽ നിന്ന് കുഫ്രിയിലേക്ക് ഒരു 16 കിലോമീറ്റർ യാത്ര ഉണ്ടെന്നുണ്ടെങ്കിലും അതിലൊരു ഏകദേശം 8 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിൽ എത്താൻ പറ്റുന്നുള്ളതാണ്. നമുക്ക് നോർമൽ വെഹിക്കിളൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇതുവഴി നമുക്ക് യാത്ര ചെയ്യാം. പ്രത്യേകിച്ച് നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ടൈം ഇവിടെ വണ്ടി നിർത്തി ഇങ്ങനെ കാണുന്ന ഒരു വ്യൂ പോയിന്റും മാത്രമായിട്ടാണ് ഉള്ളൂ. ഡിസംബർ മുതൽ ഒരു ഫെബ്രുവരിയുള്ള മാസത്തിലാണ് നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രീൻ വാലി മാറിയിട്ട് വൈറ്റ് വാലി ആയിട്ടുണ്ടായിരിക്കും. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള സമയമാണ് നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുള്ള ഒരു ബെസ്റ്റ് ടൈം. പ്ലസന്റ് വെതറും പിന്നെ ഗ്രീൻ വാലിയൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. റോഡും അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് തരാനും പറ്റും. ഇനി ജൂലൈ മുതൽ ഓഗസ്റ്റ് മാസമാണെന്നുണ്ടെങ്കിൽ മൺസൂൺ സീസണാണ്. അതായത് ഫോഗ് മിസ്റ്റൊക്കെ കാരണം വിസിബിലിറ്റി കുറയാനും ലാൻഡ് സ്ലൈഡിങ്ങും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മഴയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ വാലി ഫേമസ് ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിക്ക് പൈൻ മരങ്ങളെ കൊണ്ടുള്ള ഒരു അടിപൊളി ഫോറസ്റ്റ്, പിന്നെ ഒരു ഡീപ്പ് ഗ്രീൻ വാലി ബാക്ക് ഡ്രോപ്സും നിങ്ങൾക്ക് ഇവിടെ വന്നെങ്കിൽ കാണാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് ഫോട്ടോസ് എടുക്കാനും റീൽസൊക്കെ എടുക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി നാച്ചുറൽ സ്പോട്ട്. നിങ്ങളൊരു 10 to 20 മിനിറ്റ് മാത്രം നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തതാണ് ഇവിടുത്തെ ഗ്രീൻ വാലി കേട്ടോ. ഷിംലയിലുള്ള ഗ്രീൻ വാലിയാണ് നമ്മൾ പാസ് ചെയ്തത്. നമ്മളെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് പൈൻ മരങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. ക്രിസ്മസ് ട്രീ അല്ലേ പ്രാവശ്യം. അങ്ങനെ നീണ്ട ഒരു യാത്രക്കൊടുവിൽ നമ്മൾ കുഫ്രിയിലെത്തിട്ടോ. ഇനി കുഫ്രിയിൽ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഹോഴ്സ് റൈഡ് എടുത്തിട്ട് വേണം ഇവിടുത്തെ സൈറ്റ് സീന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം എന്നുള്ള പ്ലാനിലാണ് നമ്മളത്. അങ്ങനെ നമ്മൾ കുഫ്രിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയേക്കാണ്. ഭക്ഷണം നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഭക്ഷണം അറിയാനോ, നമുക്ക് കുഴപ്പമുണ്ടാവില്ല. പാക്കും അതുപോലെ വൈഫിനും പറ്റിയത് നോക്കിയിട്ട് നമ്മൾ റൈസ്, പിന്നെ അതുപോലെ വെജിറ്റബിൾ പുലാവ്, പിന്നെ റൊട്ടി ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ കുഫ്രിയിലാണല്ലോ. കുഫ്രിയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു. നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഭക്ഷണം കിട്ടിയിട്ട് നമുക്ക് ഇവിടെ വന്ന് കഴിച്ചതിൽ ഏറ്റവും നല്ലൊരു ഫുഡ് ഉച്ചക്ക് ലഞ്ച് നമ്മൾ കഴിച്ചു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇവിടെ നമുക്ക് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു ഒടുക്കത്തെ വ്യൂ. ആ ഒരു വാലി നോക്കി നോക്കട്ടോ, എന്താ രസം വെച്ചിട്ടാ. ഇത്തിരി ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഭക്ഷണം കഴിച്ചില്ല കളിയാക്കാൻ പറ്റില്ല. എന്താ തിന്നണ്? ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ല പറഞ്ഞിട്ട് കളിയാക്കാൻ നിൽക്കണ്ടവരാ. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കണ്ടില്ലേ, ഇവിടെ കല്യാണം ഉണ്ട്. കല്യാണത്തിനാ
രണ്ടാൾക്ക് ഐസ്ക്രീം കിട്ടിയപ്പോ കവർ അടച്ച് പോന്നു അല്ലേ? എന്താണ് ഐസ്ക്രീം കിട്ടിയപ്പോ കവറിന്റെ ഓർമ്മയില്ല നമുക്ക്. എന്തേലും കാരണം ഉണ്ടാവും. അടുത്തായിട്ട് നമ്മളിവിടെ പോകാൻ പോകുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്ക് സൂ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളവിടെ വന്ന് ഹിമാലയൻ കരടിനൊക്കെ കാണാൻ പറ്റുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊന്ന് പോയി കാണണം. അത് നമ്മൾ സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് വേണ്ടവർ ഈ റെക്കമെൻഡേഷൻ വരുന്ന വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ കുഫ്രിയിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇനി അടുത്തത് നമ്മൾ മണാലിയിലേക്ക് പോവാണ്.